ബോട്ടിങ്ങിന് ശേഷം നമ്മൾ ബെൽഫാംസിലോട്ട് യാത്ര തിരിച്ചു. വണ്ടി പാർക്ക് ചെയ്യാൻ ബെൽഫാംസിൻ്റെതായ ഒരു സ്ഥലമുണ്ട്, അവിടെ പാർക്ക് ചെയ്യും. മുന്നിലെ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് ബെൽഫാംസ് എന്ന റിസോർട്ടിലേക്ക്. ഒരു കൂട്ടം മനുഷ്യരുടെ അതിജീവനത്തിൻ്റെ കഥയാണ് മൺട്രോ തുരത്തിൻ്റെ കഥ പോലെ ബെൽഫാംസിനും പറയാനുള്ളത്. പ്രളയത്തിലും വേലിയേറ്റത്തിലും സ്വന്തം വീടും സ്ഥലവും ഉൾപ്പെടെ വെള്ളം കൊണ്ടുപോയപ്പോഴും വീണ്ടും അത് കെട്ടിയുയർത്തി ഒരു റിസോർട്ട് എന്ന സ്വപ്നത്തിലേക്ക് നടന്നു കയറാൻ നേതൃത്വം കൊടുത്ത ഒരു മനുഷ്യൻ്റെയും ഒപ്പം കൂടിയ ഒരു കൂട്ടം മനുഷ്യരുടെയും പ്രയത്നത്തിൻ്റെയും കഥയാണ് ബെൽഫാംസിന് പറയാനുള്ളത്. ആ സ്വപ്നങ്ങളിലേക്ക് അവരെ കൈപിടിച്ചുയർത്തിയത് 1968 മുതൽ എക്സ്പോർട്ടിംഗ് രംഗത്തുള്ള ബെൽസ് ഫുഡ് ഗ്രൂപ്പ്സ് എന്ന കമ്പനി. 2022 നവംബർ 18 ബെൽ ഫുഡ്സ് ഗ്രൂപ്പിന്റെ ബെൽഫാംസ് ഇവിടെ നിലവിൽ വന്നത്. മുന്നിലെ ചൂണ്ടുവലകൾ പലതും അറിയാൻ സഹായിക്കുന്നു. സ്റ്റേ ഉൾപ്പെടാത്ത ഡേ പാക്കേജ് ആണ് നമ്മൾ എടുത്തിരുന്നത്. ആദ്യമേ നേരെ റിസപ്ഷനിലോട്ട് പോയി. കുറച്ച് സമയത്തിനകം വെൽക്കം ഡ്രിങ്ക് വന്നു. ഫോണെല്ലാം ഒന്ന് ചാർജ് ചെയ്ത് റെഡിയാക്കുന്ന സമയമായപ്പോഴേക്കും ഊണിനുള്ള വിളിയെത്തി. പോകുന്ന വഴിക്ക് ക്രാബ് കൾച്ചറൊക്കെ കണ്ടു. ഞണ്ട് മാത്രമല്ല, കൊഞ്ച്, കരിമീൻ തുടങ്ങിയവയും ഇവിടെ വളർത്തുന്നുണ്ട്. ഊണിന് സാധാരണ വീട്ടിലുള്ളതുപോലെ കറികൾ ഓരോന്നായി നേരിട്ട് പാത്രങ്ങളിൽ വിളമ്പുകയാണ് കൂടുതലും ഉണ്ടായത്. ഒരുപക്ഷെ കറികൾ പ്രത്യേകം പാത്രങ്ങളിൽ വച്ചിരുന്നെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ കുറെ കൂടി ആകർഷകമായ ഒരു ഗുമ്മുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഒന്നും ഇവിടെ പറഞ്ഞിരുന്നില്ല. വ്ലോഗ് എടുക്കാൻ വിഭവങ്ങൾ പ്രത്യേകം പാത്രങ്ങളിൽ വയ്ക്കുന്ന കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അവർ ചെയ്തേനെ. ഞാൻ പിന്നെ വിചാരിച്ചു, നമ്മൾ പറഞ്ഞ് ചെയ്യുന്നതിനേക്കാളും നല്ലത് എന്താണോ ഇവിടെ നടക്കുന്നത് അത് കാണിക്കുന്നതാണല്ലോ നല്ലത്. അല്ലാതെ വീഡിയോ കണ്ട് ഒരു രീതിയിൽ പ്രതീക്ഷിച്ച് നേരിട്ട് വരുമ്പോൾ വേറെ ഒന്ന് ആകാനും പാടില്ലല്ലോ. എങ്കിലും പിന്നെ അറിഞ്ഞത് കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടം അനുസരിച്ചാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത്. അത് എന്താണോ പറയുന്നത് ആ രീതിയിൽ ചെയ്യും. ഏത് രീതിയിലും അവർ ചെയ്തു കൊടുക്കുന്നതാണെന്നാണ് അറിഞ്ഞത്. അതുപോലെ സ്പെഷ്യലായി കരിമീൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അതും ചെയ്തു തരും. ഇതൊന്നും ഇവിടെ വരുന്നതിന് മുമ്പുള്ള സംഭാഷണങ്ങളിൽ ഉണ്ടായിരുന്നില്ല. കഴിച്ചു കഴിഞ്ഞാണ് അറിഞ്ഞതെന്ന് മാത്രം. ആഹാരം കാണാൻ വളരെ മനോഹരമായി അലങ്കരിച്ചില്ലെങ്കിലും എല്ലാത്തിൻ്റെയും രുചി ടോപ്പ് ക്ലാസ് ആയിരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ. ഒരു ഐറ്റം പോലും ചെറിയ കുറ്റം പോലും പറയാൻ ഒന്നുമില്ല. രുചി ഒരു രക്ഷയില്ല. കൊഞ്ചും കണവയും മോതയും ചൂരമീനും ചിക്കൻ കറിയും എല്ലാം ഒന്നിനൊന്ന് മികച്ചിരുന്നു. ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ കുഴഞ്ഞു പോകും. മീൻ മാത്രമല്ല, പരിപ്പ്, പപ്പടം, സാമ്പാർ, അവിയൽ, മരിച്ചിനി, കാബേജ് തോരൻ, അവിയൽ, അച്ചാർ, സാലഡ്, രസം, പായസം എല്ലാം ഉജ്ജ്വലം. ആകപ്പാടെ ഒരു ബുദ്ധിമുട്ടായി തോന്നിയത് ചോറും മീനും കറികളും ഇറച്ചിയെല്ലാം എത്ര വിളമ്പാനും തയ്യാറായി നിൽക്കുന്നവരോട് വയറ് നിറഞ്ഞിനി കഴിക്കാൻ ഒരു വകുപ്പും ഇല്ലാത്തത് കാരണം മതി, ഇനി ഒന്നും വേണ്ട എന്ന് പറയേണ്ടി വന്നത് മാത്രമാണ്. കുറച്ച് കഴിഞ്ഞ് വെയിലൊന്ന് താഴ്ന്ന ശേഷം നേരെ സ്വിമ്മിംഗ് പൂളിലോട്ട് പോയി.
സ്വിമ്മിംഗ് പൂളൊക്കെ വളരെ വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളായ C++, PHP പേരുകളാണ് ഇവിടെയുള്ള റൂമിന്റെ പേരുകളായി കണ്ടത്. ബാത്റൂം അടുത്തതിനാൽ ഡ്രസ്സ് മാറ്റാൻ എളുപ്പമായിരുന്നു. മീനുകൾ മാത്രമല്ല ഇവിടെ വളർത്തുന്നത്, കേബേജ് തുടങ്ങി പലതും ഇവിടെ തന്നെ നട്ടു വളർത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. കുട്ടികൾ സ്വിമ്മിംഗ് പൂളിൽ ചെലവഴിക്കുന്ന സമയം ബെൽ ഫാംസിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന ജനറൽ മാനേജറായ ശ്രീ രഞ്ജിത്തിനെ കണ്ട് ബെൽ ഫാംസിനെ കുറിച്ചൊന്ന് പറയാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ മൺട്രോത്തുരുത്ത് ടൂറിസം രംഗത്ത് വളരെ ഐതിഹാസികമായ കാൽവെപ്പോടെ കൊച്ചി സീ ഫുഡ് എക്സ്പോർട്ടേഴ്സായ ബെൽഫുഡ്സ് ഗ്രൂപ്പിൻ്റെ ബെൽ ഫാംസ് ഇന്ന് 1 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ നവംബർ 18-നായിരുന്നു വാർഷികം. ഇവിടെ മൺട്രോത്തുരുത്തിനെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയോടെയാണ് ഇവിടുത്തെ ജനങ്ങളും ഈ സമൂഹവും എല്ലാം കാണുന്നത്. അതിജീവനത്തിനപ്പുറം മറ്റൊരു വാക്കില്ല ഇവിടെ. ഞാനടക്കം ഇവിടുന്ന് പലായനം ചെയ്യപ്പെട്ട ഒരു പ്രദേശത്ത് ഡോക്ടർ ഷെരിമോഹൻ BC ചെയർമാനായിട്ടുള്ള ബെൽഫുഡ്സ് ഗ്രൂപ്പിൻ്റെ വളരെ നിർണായക കാൽവെപ്പോടെ ഒരു ജനതയ്ക്ക് തന്നെ ഒരു പ്രതീക്ഷയേകുന്ന ഒരു പ്രസ്ഥാനമായി ഈ ഒരു സംരംഭം മാറുകയാണ്. സർക്കാരിൻ്റെ ശ്രദ്ധ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇവിടുത്തെ സമയം ടൈമിങ്സ് ഒക്കെ എങ്ങനെയാണ്? ഡേ പാക്കേജ് ആണെങ്കിൽ നമ്മൾ രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് സൺസെറ്റ് കാണുന്നിടം വരെയുള്ള ആ ഒരു 7 മണി വരെ സമയത്താണ് ഡേ പാക്കേജ് നമ്മൾ ചെയ്യുന്നത്. ഫാം ടൂറിസമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാം ഓരോന്നും നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഇവിടെ എല്ലാം വെള്ളം കയറി മൊത്തം പോയതാണ്. നമ്മൾ വളരെ ബുദ്ധിമുട്ടി ഏറെ സഹിച്ചിട്ടാണെങ്കിലും നല്ലൊരു മനോഹരമായ ഒരു പർദീസയാക്കി മാറ്റാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് പരമാവധി. ഇവിടെ ഏതൊക്കെ ടൈപ്പ് റൂംസ് ആണ് ഉള്ളത്? പ്രീമിയം ഉണ്ട്, സൂട്ട് റൂമുണ്ട്. ഇനി ഞങ്ങൾ പുതിയ വാട്ടർ കോട്ടേജിൻ്റെ പണി നടക്കുന്നു. പിന്നെ ഓരോ ആക്ടിവിറ്റീസ്, അങ്ങനെ പിന്നെ ചിൽഡ്രൻസ് പാർക്ക്, അങ്ങനെ ഹാള്, മനോഹരമായ ഹാള്, അങ്ങനെ ഓരോന്നും നമ്മൾ ആഡ് ചെയ്യണം. പുതിയൊരു ഇനി മറ്റ് നെതർലൻഡ് എന്ന രാജ്യത്തിൻ്റെ ഒരു കൊളാബറേഷനൂടെ ഞങ്ങൾ നോക്കുന്നുണ്ട്. സ്വിമ്മിംഗ് പൂളുണ്ട്. അത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, സ്വിമ്മിംഗ് പൂള്, പെഡൽ ബോട്ട്, കയാക്കിങ് നമ്മൾ കോംപ്ലിമെൻ്ററി ആയിട്ട് റൂമിൻ്റെ കൂടെ കൊടുക്കുകയാണ് നമ്മൾ. അതുപോലെ ഇവിടെ മീനെല്ലാം തന്നെ ഫ്രഷ് ആയിട്ട് ഇവിടെ തന്നെ കരിമീൻ, ഞണ്ട്, കൊഞ്ച് ഇതെല്ലാം നമ്മുടെ സ്വന്തം ഫാമിലിയാണ്. ചൂണ്ട ഫിഷിംഗ് ഉണ്ട്. അതുപോലെ ഷിക്കാർ ബോട്ടിങ്, കനാൽ ബോട്ടിങ്, കയാക്കിങ്, പെഡൽ ബോട്ട്, എല്ലാ ബോട്ടിങ്ങുകളും നമ്മുടെ ഇവിടുന്ന് തന്നെ ഉണ്ട്. അത് കഴിഞ്ഞ് മീനുകൾക്ക് തീറ്റ കൊടുക്കുന്ന ദൃശ്യങ്ങളും പകർത്തി നേരിട്ട് കാണേണ്ട ഒരു കാഴ്ചയാണ്. ഇതിനൊക്കെ നല്ല എക്സ്പെൻസ് അല്ല റിസോർട്ടിൽ നിൽക്കുന്ന സമയം ട്രെയിനുകൾ ഇങ്ങനെ മുന്നിൽ കൂടെ പോകുന്ന കാഴ്ചകൾ വളരെ സുന്ദരമായി തോന്നി. പെഡൽ ബോട്ടിങ്ങിനും കയാക്കിങ്ങിനുമുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മരിച്ചിനി, ക്യാബേജ് തുടങ്ങിയെല്ലാം നട്ട് എത്രത്തോളം വിളവെടുത്ത് ആളുകളുടെ മുന്നിൽ എത്തിക്കുക എന്നൊക്കെ ഇവിടെ ഒരു ലക്ഷ്യങ്ങളിലൊന്നാണ്. പെഡൽ ബോട്ടിങ്ങും കയാക്കിങ്ങും ഉള്ള സ്ഥിതിക്ക് അതും വിട്ടില്ല, അതിലും ഒരു കൈ നോക്കി. ഇല്ല, ഇടിക്കാറായില്ല.
രണ്ടിനും ചെന്ന് കൂട്ടി മുട്ടല്ലേ. കണ്ടൽക്കാടുകൾക്കുള്ളിലും നുഴഞ്ഞു കയറുന്ന വള്ളവും അതിലെ ചേട്ടനും നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതിനു മുമ്പുള്ള ചായ കുടിയും കാപ്പുടിയും രണ്ടും കൊള്ളാം. വാഴയ്ക്കപ്പോ അല്ലേ ഞാൻ ആലോചിച്ച ഇത് വീണ് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ രക്ഷപ്പെടാം. ഞാൻ വിചാരിച്ചു ചിലന്തിയായിരിക്കും. നമ്മൾ പെട്ടെന്ന് തുഴഞ്ഞു പോയപ്പോൾ നോക്കുമ്പോൾ ഞണ്ടമ്മയുടെ കാലപ്പുറം വള്ളം എത്തി. ബെൽഫാംസ് റിസോർട്ടിൽ നിന്ന് വള്ളത്തിലൊരു യാത്ര. ഈ ചേട്ടൻ അവിടുത്തെ സ്റ്റാഫ് തന്നെയാണ്. കൊള്ളാല്ലേ, നല്ല രസമുണ്ട്. നല്ല വ്യൂ. അലകളില്ലാതെ ഒഴുകി നീങ്ങിയ ആ ഒരു അനുഭവം അനുഭവിച്ചറിയുമ്പോഴുള്ള ഒരു അനുഭൂതിയുണ്ട്. മനോഹരമായ നിമിഷങ്ങൾ. ഇടയ്ക്ക് തലയൊക്കെ ഒന്ന് തട്ടാതെ നോക്കിക്കോണം. എല്ലാരും തല പിടിച്ചിരിക്കുമ്പോ ഒന്ന് ശ്രദ്ധിച്ചാൽ
കിളികളുടെ കളകളാരവ ശബ്ദം കേൾക്കാം. നമ്മൾ പോയതൊരു വർക്കിംഗ് ഡേ ആയിരുന്നു, ഡിസംബർ 27, 2023. അതുകൊണ്ട് തന്നെ തിരക്ക് താരതമ്യേന കുറവായിരുന്നു എന്ന് കരുതുന്നു. എങ്കിലും ഡിസംബർ വർഷം അവസാനിക്കുന്നതിൻ്റെയും പുതിയ വർഷം വരുന്നതിൻ്റെയും ഭാഗമായുള്ള സഞ്ചാരികളെയും കണ്ടു. കണ്ടൽക്കാടുകൾക്കിടയിൽ പോകുമ്പോഴുള്ള അനുഭവം വളരെ മനോഹരം തന്നെ. വെള്ളത്തിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇടയ്ക്ക് കയറി വരുന്ന പ്രകൃതിയുടെ ഒരു കാട്, തണലും ജീവന്റെ സ്പന്ദനങ്ങളും തരുന്ന നിമിഷങ്ങൾ. മഴ എന്നിട്ട് തലയിത്തിരി മാറ്റി. വെയില് താഴ്ന്നു തുടങ്ങിയപ്പോൾ മുഖത്തിടയ്ക്ക് വെയിൽ വന്നിടിക്കുന്നത് മാർക്കറ്റി. അടുത്ത ഒരു കണ്ടൽക്കാട്ടിലേക്ക്, കണ്ടൽ ഗുഹ എന്ന് പറയാം. വെള്ളം നല്ല രീതിയിൽ ഉയർന്നു നിന്നാലും ആളുകളുടെ ഭാരം കൂടിപ്പോയാലും ഇതുവഴി വള്ളത്തിൽ പോകാൻ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഇപ്പോൾ കാണുമ്പോൾ ഒരു പടം വരച്ചതുപോലെയാണ് തോന്നുന്നത്. മരത്തിലൊക്കെ കയറി ഇരുന്ന് ഫോട്ടോയൊക്കെ എടുത്ത് വീണ്ടും പുതിയ മേച്ചിൽ പുറകിലേക്ക്. വെയിലൊക്കെ ഒന്ന് താഴ്ന്ന ശേഷം ഇതുവഴി വള്ളത്തിൽ പോകുന്ന സുഖം ഒന്ന് വേറെ തന്നെ. എനിക്ക് തോന്നുന്നത് പുലരികളും മനോഹരമായിരിക്കണം.
മൺട്രോ തുരുത്തിൽ വരുന്നെങ്കിൽ ഇവിടുത്തെ അസ്തമയം കൂടി കാണാനുള്ള സമയവും കൂടി ക്രമപ്പെടുത്തി വേണം വരാൻ. അസ്തമയം ഒരിക്കലും വിട്ടുകളയരുത്. അതിന്റെ മനോഹാരിത നേരിട്ട് തന്നെ അറിയണം. എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ജീവിതത്തിൽ എന്നും ഓർമ്മിക്കുന്ന ഒരുപിടി സുവർണ നിമിഷങ്ങൾ തന്ന യാത്ര. അസ്തമയം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്ന ആ കുറച്ച് നിമിഷങ്ങളുണ്ട്. അതിനെ എങ്ങനെ വർണ്ണിക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ആ വള്ളത്തിലിരുന്നതും ആ വെള്ളം ഒഴുകുന്നതും പിന്നെ ഈ അസ്തമയമാകുമ്പോൾ ഈ പക്ഷികളൊക്കെ കൂടണയുന്നതും അതിൻ്റെ ആകാശവും അതിൻ്റെ ഒരു ഭംഗിയും ആ ഒരു ശാന്തതയും വേറെയും വെള്ളങ്ങളിങ്ങനെ പിറകെ കൂടെ ഇങ്ങനെ നമ്മളോട് ഒത്തു തന്നെ ഇങ്ങനെ തുഴഞ്ഞു വരുന്നതും അതെല്ലാം കാണുന്ന ആ ഒരു സമയം ജീവിതത്തിൽ വളരെ ഒരു ഡെപ്തായ അങ്ങ് ഉള്ളിലോട്ട് ആഴ്ന്നു ഇറങ്ങിയ ചില നിമിഷങ്ങളായിട്ട് ഇങ്ങനെ ഹൃദയത്തിൽ എപ്പോഴും പതിഞ്ഞു കിടക്കുന്ന നിമിഷങ്ങളായിട്ടാണ് എനിക്കത് തോന്നുന്നത്. രാത്രി ആയതോടുകൂടി വർണ്ണ വെളിച്ചത്തിൽ മുങ്ങി നിൽക്കുന്ന റിസോർട്ട് കാണാൻ കൂടുതൽ സുന്ദരമായി തോന്നി. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ ഒരു ട്രെയിൻ കൂടി കടന്നു പോകും. യാത്രകളുടെ കഥകളുമായി എത്ര മനസ്സുകൾ അതിനുള്ളിൽ ഉണ്ടാവും. നമ്മുടെ യാത്രകൾ വീണ്ടും തുടരുകയാണ്. കാണാം.